ഇപ്പോൾ വരുന്ന വാർത്ത, സിനിമാ നയരൂപീകരണ സമിതിയിൽ നിന്ന് മുകേഷിനെ ഒഴിവാക്കി. ബി ഉണ്ണികൃഷ്ണൻ അടക്കം 9 പേരും സമിതിയിൽ തുടരും. വിവരങ്ങളുമായി സലീം മാലിക് ചേരുന്നു. സലീം, നേരത്തെ തന്നെ CPM സംസ്ഥാന സെക്രട്ടറി സംബന്ധിച്ച സൂചന നൽകിയിരുന്നതാണ്. അദ്ദേഹം അക്കാര്യം മാറ്റി നിർത്തുമെന്ന് പറഞ്ഞതുമാണ്. മറ്റ് സമിതിയിലുള്ള അംഗങ്ങൾക്കെതിരെയും ചില പരാതികളുണ്ടല്ലോ. ഈ മുകേഷിനെ സിനിമാ നയ രൂപീകരണ സമിതിയിൽ നിന്ന് മാറ്റി നിർത്തണമെന്ന ആവശ്യം മുകേഷിനെതിരെ ആരോപണം വന്ന ദിവസം മുതൽ ഉയരുന്നതാണ്. അതിന് പിന്നാലെ തന്നെ സർക്കാർ തലത്തിൽ ഇടപെട്ട് തന്നെ മുകേഷിനെ മാറ്റി നിർത്തും എന്ന വിവരം പുറത്തു വന്നു. പിന്നീട് അത് പാർട്ടി തന്നെ CPIM തന്നെ ഔദ്യോഗികമായി മുകേഷിനെ മാറ്റി നിർത്തുമെന്ന് പ്രഖ്യാപിക്കുകയും ചെയ്തു. പക്ഷേ അത് പിന്നീടും ഈ ദിവസങ്ങൾ നീണ്ടുപോവുകയായിരുന്നു. അതിനൊടുവിലാണ് പുതിയ ചലച്ചിത്ര അക്കാദമി ചെയർമാൻ ചുമതലയേറ്റെടുത്ത അതേ ദിവസം തന്നെ മുകേഷിനെ നയരൂപീകരണ സമിതിയിൽ നിന്ന് മാറ്റി നിർത്തുന്നത്. അതേസമയം 10 പേരായിരുന്നു നിലവിൽ ആ നയരൂപീകരണ സമിതിയിൽ ഉണ്ടായിരുന്നത്. അതിൽ ബാക്കി 9 പേരും ആ നിലയിൽ തന്നെ തുടരും. നേരത്തെ നയരൂപീകരണ സമിതിയിൽ നിന്ന് സംവിധായകൻ ബി ഉണ്ണികൃഷ്ണനെ കൂടി മാറ്റി നിർത്തണമെന്നൊരു ആവശ്യം ഉയർന്നിരുന്നു. പക്ഷെ അത് നിലവിൽ സർക്കാർ പരിഗണിച്ചിട്ടില്ല. നയരൂപീകരണ സമിതി അപ്പാടെ പുനഃസംഘടിപ്പിക്കാനായിരുന്നു ആദ്യം സർക്കാരിന്റെ ആലോചന. അതിന് പിന്നാലെ അത് വേണ്ട എന്നൊരു നിലയിലേക്ക് എത്തി. കാര്യം പ്രത്യേകിച്ചും ഈ സിനിമാ നയം സംബന്ധിച്ച ചർച്ചകളും സിനിമാ കോൺക്ലേവുമായി ബന്ധപ്പെട്ട ചർച്ചകളും ഒക്കെ അല്പം മുന്നോട്ട് പോയതാണ്. അതിനുശേഷം എല്ലാം പുതുതായ ഒരു കമ്മിറ്റി വന്നാൽ അത് ആ ചർച്ചകളെ തന്നെ ബാധിക്കുമെന്നൊരു വിലയിരുത്തലിന്റെ കൂടി അടിസ്ഥാനത്തിലാണ് കമ്മിറ്റി പുനഃസംഘടിപ്പിക്കേണ്ടതില്ല, തൽക്കാലം മുകേഷിനെ മാത്രം മാറ്റി നിർത്തിയാൽ മതി എന്നൊരു തീരുമാനത്തിലേക്ക് എത്തുകയും ചെയ്തത്. നിലവിൽ ചെയർമാനായി ചലച്ചിത്ര വികസന കോർപ്പറേഷന്റെ ചെയർമാൻ കൂടിയായ ഷാജി എൻ കരുൺ തന്നെ തുടരും. മാത്രമല്ല IAS ഉദ്യോഗസ്ഥയായ മിന്നി ആന്റണി, ഒപ്പം ഈ മറ്റ് ആളുകളൊക്കെ പത്മപ്രിയ ഉൾപ്പെടെ നിഖില വിമൽ ഉൾപ്പെടെയുള്ളവരും ഈ കമ്മിറ്റിയിൽ തുടരും. സന്തോഷ് കുരുവിള, C അജോയ് തുടങ്ങിയവരും ഈ കമ്മിറ്റിയിൽ തുടരുകയും ചെയ്യും. നിലവിൽ നേരത്തെ തന്നെ ആദ്യ ദിവസം തന്നെ മഞ്ജു വാര്യറും രാജീവ് രവിയും ഇതുമായി ബന്ധപ്പെട്ട കമ്മിറ്റിയിൽ ഉൾപ്പെടുത്തി ആദ്യ ദിവസം തന്നെ അസൗകര്യം പറഞ്ഞ് ഒഴിവായിരുന്നു. പിന്നാലെ മറ്റു 2 പേരെ കൂടി കമ്മിറ്റിയിൽ ഉൾപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട്. എന്തായാലും ഈ മുകേഷിനെ ഒഴിവാക്കിയതോടുകൂടി വീണ്ടും സിനിമാ നയരൂപീകരണ സമിതി വീണ്ടും യോഗം ചേരുകയും മറ്റു കാര്യങ്ങൾ തീരുമാനിക്കുകയും ചെയ്യുമെന്നാണ് അറിയാൻ കഴിയുന്നത്. എത്രയും വേഗത്തിൽ സിനിമാ കോൺക്ലേവ് സംഘടിപ്പിക്കുക, അതിനുശേഷം സിനിമാ നയത്തിന്റെ കരട് രൂപീകരിക്കുക എന്നുള്ളതാണ് നിലവിൽ ഈ നയരൂപീകരണ സമിതിയുടെ പ്രധാനപ്പെട്ട ദൗത്യം. ഗോകുൽ. ശരി, സലീം മാലിക്കാണ് വിവരങ്ങൾ നൽകിയത്. സിനിമാ നയരൂപീകരണ സമിതിയിൽ നിന്ന് ലൈംഗികാതിക്രമ കേസിൽ പ്രതിയേർക്കപ്പെട്ട മുകേഷ് MLA നീക്കിയിരിക്കുന്നു. മറ്റ് 9 പേരും ആ സമിതി അങ്ങനെ തന്നെ തുടരാനാണ് സർക്കാരിന്റെ തീരുമാനം.